ഈ ക്ലാസ്സിലൂടെ നമ്മൾ CSEB എക്സാമിന് വേണ്ടുന്ന കംപ്ലീറ്റ് സിലബസിന്റെ ഡിസ്കഷനാണ് ഉദ്ദേശിക്കുന്നത്. CSEB ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് 160 മാർക്കിന് നടത്തിക്കൊണ്ടിരുന്ന എക്സാമിനെ 100 മാർക്ക് എന്നുള്ള രീതിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ സിലബസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് 10 മാർക്കിന്, GK 10 മാർക്കിന്, റീസണിങ് എബിലിറ്റി എന്ന് പറഞ്ഞാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. അത് മാത്സ് ആണ്, അത് 10 മാർക്കിന്. അങ്ങനെ 30 മാർക്കിനാണ് ഇംഗ്ലീഷ്, മാത്സ്, GK 30 മാർക്കിന്. ബാക്കി 70 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്ട് ഓറിയന്റഡ് ആണ്. സബ്ജക്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അക്കൗണ്ടിങ് 20 മാർക്കിന്, ബാങ്കിങ് 20 മാർക്കിന്, പിന്നെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോർപ്പറേഷൻ എന്നാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് കോപ്പറേറ്റീവ് ലോ ആണെന്ന്. അത് കോപ്പറേറ്റീവ് ലോ അല്ല, അത് ഇന്ത്യൻ കോർപ്പറേഷൻ, ഫോറിൻ കോർപ്പറേഷനും കൂടെ ചേർത്തുകൊണ്ടുള്ള, അതുപോലെ തന്നെ കോർപ്പറേഷന്റെ ഇവല്യൂഷൻ അതും കൂടെ ചേർത്തുകൊണ്ടുള്ള സബ്ജക്റ്റ് ആണ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. അത് 15 മാർക്കിന്. അത് കഴിഞ്ഞ് അടുത്ത ഭാഗം എന്ന് പറയുന്നത് ലോ ആണ്. അതായത് BCom പഠിച്ചിട്ടുള്ള കുട്ടികൾക്കറിയാം, അന്ന് അതിന്റെ പേരെന്ന് പറയുന്നത് ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് കോർപ്പറേഷൻ എന്നായിരുന്നു. ഇപ്പൊ സിലബസിൽ കൊടുത്തിരിക്കുന്നത് ആക്ട് റൂൾസ് ഓഫ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റീവ് റൂൾസ്, കോർപ്പറേറ്റീവ് ലോ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് 15 മാർക്കിന്. നെക്സ്റ്റ് നമുക്ക് അടുത്ത് പറയാനുള്ളത്, അപ്പം മൊത്തത്തോടെ ഇപ്പൊ എത്ര മാർക്കായി എന്ന് നമുക്ക് നോക്കാമല്ലോ. അക്കൗണ്ടൻസി 20 മാർക്ക്, അതുപോലെ തന്നെ ബാങ്കിങ് 20 മാർക്ക്, പിന്നെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ് അത് 15 മാർക്ക്. അപ്പൊ 40, 10, 55. പിന്നെ അടുത്ത 15 മാർക്ക് എന്ന് പറയുന്നത് ഏതിനായിരുന്നു? കോർപ്പറേറ്റീവ് ലോയ്ക്ക്. അപ്പൊ അത് 15 മാർക്ക്. അങ്ങനെ ഏകദേശം 70 മാർക്ക് വരുന്ന, അപ്പൊ ബാങ്കിങ് ആയി, അക്കൗണ്ടിങ് ആയി, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രാക്ടീസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കോർപ്പറേഷനായി, അതുപോലെ തന്നെ കോർപ്പറേറ്റീവ് ലോ ആയി, പിന്നെ ഇത്രയും ഭാഗമാണ് 70 മാർക്കിന് സിലബസ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ സബ്ജക്ട് ഓറിയന്റഡ് ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് ഓരോന്നിലും ഓരോ സബ്ജക്റ്റുകളിലും ഏതൊക്കെയാണ് എക്സാമിന് ചോദിക്കുന്നത് എന്നുള്ളത് അവർ വിശദമായി സിലബസിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആദ്യത്തെ ഇംഗ്ലീഷ്, GK, മാത്സ്, ഇത് മൂന്നും നമ്മൾ ഇതിലൂടെ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റിലൂടെ ഇതിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നീട് നമ്മൾ ഇതിൽ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഈ സിലബസ് അനുസരിച്ച് കൊടുത്തിരിക്കുന്നതിലെ ഏറ്റവും കൂടുതൽ മാർക്ക് പറഞ്ഞിരിക്കുന്നത് അക്കൗണ്ടൻസിക്കും ബാങ്കിങ്ങിനുമാണ്. പിന്നീട് പറഞ്ഞിരിക്കുന്നതാണ് ഇന്ത്യൻ കോർപ്പറേഷനും ഫോറിൻ കോർപ്പറേഷനും കൂടെ ചേർത്തുകൊണ്ടുള്ള പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ് അതിന് 15 മാർക്കേ ഉള്ളൂ. പിന്നെ റൂൾസ്, ആക്ട്, അതായത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 110 സെക്ഷനും 201 റൂളും ചേർന്നുള്ളത്. പിന്നീട് അതും 15 മാർക്കിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് പറഞ്ഞിരിക്കുന്നത് അക്കൗണ്ടൻസിക്കും ബാങ്കിങ്ങിനുമാണ്. എന്ന് പറഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതെന്ന് പറയുന്നത് അക്കൗണ്ടൻസിയും ബാങ്കിങ്ങുമാണ്. അതുപോലെ അതില് അക്കൗണ്ടൻസിയുടെ ഏതൊക്കെയാണ് നമുക്ക് എക്സാമിന് വേണ്ടുന്ന സിലബസ്, അല്ലെങ്കിൽ CSEB ബോർഡ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് ഏതൊക്കെയാണെന്നുള്ളതിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതില് ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻസി ഫുൾ കവറിങ് ഇല്ല. നേരത്തെയൊക്കെ ഉള്ള എക്സാമിന് എന്ന് പറയുമ്പം അക്കൗണ്ടൻസി എന്ന് പറയുമ്പം അതിന്റെ മീനിങ്, ഡെഫിനിഷൻ, അങ്ങനെ തുടങ്ങി ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്, അതുപോലെ തന്നെ ഡിപ്രീസിയേഷന്റെ മെത്തേഡുകൾ, ഇങ്ങനെ തുടങ്ങി അക്കൗണ്ടൻസി എന്ന് പറയുന്ന ആ ഫുള്ളായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പൊ അതിന്റെ കൂടെ അതിൽ നിന്നും എക്സ്ട്രാ 2 ടോപ്പിക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ടോപ്പിക്കും, അതുപോലെ തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പേര് കൊടുക്കാതെ അവർ പറഞ്ഞിരിക്കുന്നത് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞുള്ള ടോപ്പിക്കും കൂടെ അവർ എക്സ്ട്രാ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് കുട്ടികൾ വിചാരിച്ചിരിക്കുന്നത് ഇത് മറ്റേതോ ഒരു ടോപ്പിക്കാണെന്ന് അല്ല. അതായത് അക്കൗണ്ടൻസി എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടെ എക്സ്ട്രാ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ് ഏതെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയോ?
അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ മീനിങ്, ഡെഫിനിഷൻ, അതുപോലെ തന്നെ ആ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ്സ് തുടങ്ങുന്ന ജേണല്, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്, അതുപോലെ തന്നെ അതിനകത്ത് കൊടുക്കുന്ന കുറെ മെത്തേഡുകൾ ഉണ്ടല്ലോ, അതായത് കോൺസെപ്റ്റുകൾ, പ്രിൻസിപ്പിൾസ്. നമുക്ക് ഓരോന്നിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അക്കൗണ്ടൻസി എന്ന് പറഞ്ഞ് അവര് സിലബസിൽ കൊടുത്തിരിക്കുന്നത് ഒരാൾക്ക് എടുത്തു നോക്കിയാൽ ചിലപ്പോൾ ഒരു പക്ഷെ അത് ഏത് ഭാഗമാണെന്ന് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യം മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ്ങില് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആയിരുന്നു അതിൽ പറയുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആയിരുന്നല്ലോ നേരത്തെ ഉണ്ടായിരുന്നത്. പണ്ട് കാലം തൊട്ടേ ഫോളോ ചെയ്തുകൊണ്ട് വരുന്ന അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഏത് അക്കൗണ്ടിങ്ങാ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങാ. അപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, പിന്നെ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് ഏതിനെയാ? മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെയാ. ഓക്കെ, അപ്പൊ ഈ 3 അക്കൗണ്ടിങ്ങിനകത്തു നിന്നുള്ള പോർഷൻസ് ആണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഓരോ ടോപ്പിക്കിനെ പറ്റിയും നമുക്ക് വളരെ വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് അവർ കൊടുത്തിരിക്കുന്നത് മീനിങ്, ഡെഫിനിഷൻ. ഇതാണ് അവർ ആദ്യത്തെ ടോപ്പിക്കിലൂടെ കൊടുത്തിരിക്കുന്നത്. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ് ആണ് അവർ ഫസ്റ്റ് ടോപ്പിക്കിലൂടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഓബ്ജക്റ്റ് ഓഫ് അക്കൗണ്ടിങ് ആണ്. നെക്സ്റ്റ് അവർ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അക്കൗണ്ടിങ്ങിന്റെ ഒരു കോർ ആയിട്ടുള്ള അല്ലെങ്കിൽ കാതലായിട്ടുള്ള ഒരു ഭാഗമാണ്, അതായത് അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസ്, കോൺസെപ്റ്റുകൾ, അതുപോലെ തന്നെ കൺവെൻഷൻസ് എന്ന് പറഞ്ഞു. അതാണ് അവർ അടുത്ത ടോപ്പിക്കിലൂടെ അക്കൗണ്ടിങ്ങിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ എല്ലാവർക്കും എത്ര മനസ്സിലാക്കിയാലും വീണ്ടും വീണ്ടും ഡൗട്ട് വരുന്നതുമായ ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്, കൺവെൻഷൻ, പ്രിൻസിപ്പിൾസ്, അസംഷൻസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭാഗം. അതാണ് അടുത്ത ടോപ്പിക്കിലൂടെ അവർ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പം അക്കൗണ്ടിങ്ങിനകത്ത് നമ്മൾ ഫോളോ ചെയ്യുന്ന കുറെ മെത്തേഡുകളുണ്ട്. അതിനകത്ത് ഒന്നാമതായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞുള്ളത്. അതാണ് അടുത്ത മൊഡ്യൂളിലൂടെ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് എന്താണെന്നും ഡിപ്രീസിയേഷൻ ഏതൊക്കെ മെത്തേഡിലൂടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നും ഒക്കെയാണ് അതിലൂടെ നമുക്ക് പറയേണ്ടത്. ഇതെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് അവർ പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. അടുത്ത മൊഡ്യൂളായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിലബസ് എടുത്തു നോക്കുന്നവർ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കണം. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് അടുത്ത വീണ്ടും അവർ പറഞ്ഞിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ്? അത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഭാഗം തന്നെയാണ്. മനസ്സിലായ? പക്ഷെ അവർ നമ്പർ ഇട്ടാണ് കൊടുത്തിരിക്കുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതിനകത്ത് വരുന്ന ഒരു കണ്ടന്റ് ആണ്, ഒരു ചാപ്റ്റർ ആണ് അവർ വീണ്ടും അടുത്ത ടോപ്പിക്കായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്ത് തന്നെ വരുന്നതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മെറ്റീരിയല്, ലേബർ, ഓവർഹെഡ്. ഇവര് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എടുത്ത് വീണ്ടും ആ സിലബസിൽ തന്നിട്ടുണ്ട് ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞ്. അത് ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ തന്നെ ഭാഗമാണ്. അതായത് മെറ്റീരിയല്, ലേബർ, ഓവർഹെഡ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിനകത്ത് പറയുന്ന ലേബർ കോസ്റ്റ് ആണ് അവർ അടുത്ത ടോപ്പിക്കായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ കൂട്ടത്തിൽ അങ്ങ് കൂട്ടാം. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. അതായത് ഫിനാൻഷ്യൽ പ്ലാനിങ് നമ്മൾ പഠിക്കുമ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ കൂടെ തന്നെ പഠിക്കേണ്ടതാണ് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ്? അതായത് ഫിനാൻസ് എവിടെ നിന്നൊക്കെ കണ്ടെത്താം, അത് ക്യാപിറ്റലാണ് ഉദ്ദേശിക്കുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇത് 2 ടോപ്പിക്കൂടെ റിലേറ്റഡാ. ഈ 2 ടോപ്പിക്കും കൂടെ റിലേറ്റഡ് ആണ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിങ്ങും അതുപോലെ തന്നെ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ് ലാസ്റ്റത്തെ ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട്. ഇത് 2ഉം കൂടെ റിലേറ്റഡ് ആയിട്ടാണ് പഠിക്കേണ്ടത്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ പറയുന്നത് ഫിനാൻസ് എങ്ങനെയൊക്കെ സ്ഥാപനത്തിന് കണ്ടെത്താം എന്നുള്ളതിനെ പറ്റിയാണ്. അത് ക്യാപിറ്റൽ എങ്ങനെയൊക്കെ കണ്ടെത്താം, അതിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അടുത്ത ടോപ്പിക്കിലൂടെ പറയുന്നത് നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ അനാലിസിസ്. ഇത് 2ഉമാണ് റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. ഇതിൽ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫുള്ള് ഏത് അക്കൗണ്ടൻസിയുടെ ഭാഗമാണ്? മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഭാഗമാണ്. ഓക്കെ, ഇനി ഇതില് ആദ്യത്തെ ടോപ്പിക്കായ അക്കൗണ്ടൻസിയുടെ ആദ്യത്തെ മൊഡ്യൂളായ ഏതാ നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാ?
മീനിങ്, ഡെഫിനിഷനും ഓബ്ജക്റ്റീവ്സും ഓഫ് ആൻ അക്കൗണ്ടിങ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ അക്കൗണ്ടിങ്ങിന്റെ മൊഡ്യൂളുകൾ അല്ലെങ്കിൽ സിലബസിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ വിട്ടുപോയ ഒരെണ്ണം ഉണ്ട്. കോ ഓപ്പറേറ്റീവ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടെ ഉണ്ട്. കാരണം നമ്മൾ പഠിക്കുന്നത് തന്നെ അല്ലെങ്കിൽ നമ്മൾ ജോലി കിട്ടുന്നത് ഏത് സ്ഥാപനത്തിലേക്ക് വേണ്ടിയുള്ളതാ? സഹകരണ സ്ഥാപനങ്ങളിലേക്ക് വേണ്ടിയുള്ളതല്ലേ. അപ്പൊ അതിന്റെ ഒരു അക്കൗണ്ടിങ്ങും കൂടെ നമുക്ക് പഠിക്കാനായിട്ട് അക്കൗണ്ടിങ്ങിന്റെ ഭാഗത്തുണ്ട് കോ ഓപ്പറേറ്റീവ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞുണ്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. നമുക്ക് അക്കൗണ്ടിങ് എന്ന് പറയുന്ന അതില് ഏതൊക്കെ മൊഡ്യൂളാണ് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ അക്കൗണ്ടിങ്ങിന്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ, അതിന്റെ ഓബ്ജക്റ്റീവ്സ്, അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഏറ്റവും കോർ ഭാഗമായിട്ടുള്ള ഏതാണ് കോൺസെപ്റ്റുകള്, കൺവെൻഷൻസ്, അസംഷൻസ്, പ്രിൻസിപ്പിൾസ്. ഇത് ഇത്രയും ഒരു പ്രധാന ടോപ്പിക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ്. നെക്സ്റ്റ് നമുക്ക് അതിൽ പഠിക്കാനുള്ള അടുത്ത ഭാഗമായി അവർ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ് ആണ്. അത് കഴിഞ്ഞിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്. അത് കഴിഞ്ഞ് ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഏതാണുള്ളത് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇത്രയുമാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മൊത്തം എത്ര മൊഡ്യൂൾ ഉണ്ടെന്ന് നമ്മൾ നോക്കണം. 10 മൊഡ്യൂളാണ് പറഞ്ഞിരിക്കുന്നത്. ആ 10 മൊഡ്യൂളിൽ നിന്നും ഒരു മൊഡ്യൂളിന് 2 മാർക്ക് വെച്ച് എല്ലാ മൊഡ്യൂളിനെയും 10 മൊഡ്യൂളിനെയും ടച്ച് ചെയ്തുകൊണ്ട് അവർ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും. ഇപ്പം മീനിങ് ആൻഡ് ഡെഫിനേഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ ഓബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ വരും. 2 മാർക്കിനുള്ള 2 ക്വസ്റ്റ്യൻ കാണും. അതുപോലെ തന്നെ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ അതിൽ തന്നെ പറയുന്നുണ്ട്. അടുത്ത ഒരു ടോപ്പിക് പോലെ അവർ പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കാണും. അതുപോലെ തന്നെ പിന്നീട് പറയുന്നതാണ് പ്രിൻസിപ്പിൾസ്, കോൺസെപ്റ്റുകള്, കൺവെൻഷൻസ്, അസംഷൻസ്, ഇതുമായി എല്ലാം ബന്ധപ്പെട്ട് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അതിൽ നിന്ന് കാണും. അതുപോലെ തന്നെ പിന്നീട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്ത് നിന്ന് 2 മാർക്കിന്റെ കാണും. ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ്ങിന് 2 മാർക്കിന്റെ കാണും. അതുപോലെ തന്നെ പിന്നീട് ഞാൻ പറഞ്ഞല്ലോ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടതാണ് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് 2 മാർക്കിന്റെ കാണും. അങ്ങനെ ഓരോ മൊഡ്യൂളിനകത്തു നിന്നും 2 മാർക്കിന് വീതം വെച്ച് 20 മാർക്കിനായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പക്ഷെ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എന്നാ പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് 2 മാർക്കിന്റെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ അതിൽ പഠിക്കാനുള്ളതെന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങും. ഇത് രണ്ടും നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. മാത്രമല്ല മറ്റേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് ആദ്യമേ ഓബ്ജക്റ്റ്, മീനിങ്, ഡെഫിനിഷൻ എന്നൊക്കെ പറയുന്നത് ഏത് അക്കൗണ്ടിങ്ങാ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങാ. അപ്പം അതിൽ നിന്ന് അത് നിങ്ങൾക്ക് പരിചയമായിട്ടുള്ള ഒരു ഭാഗമായതുകൊണ്ട് നിങ്ങൾക്ക് അതൊരു വലിയ പ്രശ്നമായിട്ട് വരത്തില്ല. പിന്നെ ഇത്തിരി പ്രശ്നം വരുന്നതെന്ന് പറയുന്നത് ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനകത്ത് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതേ ഉള്ളൂ ഇത്തിരി സീരിയസ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടി വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിലെ ആദ്യത്തെ മൊഡ്യൂളായ അല്ലെങ്കിൽ ആദ്യത്തെ ടോപ്പിക്കായ ഏതാ നമുക്ക് പഠിക്കാൻ പോകുന്നത്? മീനിങ്, ഡെഫിനിഷൻ ആൻഡ് ഓബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഓക്കെ, മീനിങ്. അക്കൗണ്ടൻസിയുടെ മീനിങ് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ അക്കൗണ്ടൻസി പറയുന്നതിന് മുമ്പ് നമ്മൾ എന്ത് പറയും? നിങ്ങൾക്കറിയാം, നിങ്ങൾ നേരത്തെ എന്തായാലും ബികോം കഴിഞ്ഞവരായിരിക്കുമല്ലോ മിക്കവാറും ഉള്ളവരെല്ലാം. ബികോം കോർപ്പറേഷൻ എടുത്തവരോ അതല്ലെങ്കിൽ ബികോം കഴിഞ്ഞ് HDCയോ JDCയോ എടുത്തവരായിരിക്കുമല്ലോ എന്തായാലും ഈ എക്സാമിന് പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും എന്ന് പറയുന്നതും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം അക്കൗണ്ടിങ് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ഏത് പഠിക്കേണ്ടി വരും എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്കറിയാം. അക്കൗണ്ടിങ്ങിന് മുമ്പുള്ള അല്ലെങ്കിൽ ബിഫോർ ദ അക്കൗണ്ടിങ്ങിന് മുമ്പ് ഏതുണ്ട്? ബുക്ക് കീപ്പിംഗ് ഉണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാ ബുക്ക് കീപ്പിംഗ്. പക്ഷെ ഇന്ന് നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഉണ്ടോ? ഇല്ല. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഒന്നും ഇന്ന് നമുക്കില്ല. നമ്മൾ നേരെ അക്കൗണ്ടിങ് എന്ന് പറയുന്നതിലോട്ടാണ് പോകുന്നത്. പക്ഷെ നമുക്ക് പഠിക്കുമ്പം എന്താണ് ബുക്ക് കീപ്പിംഗ് എന്ന് പഠിച്ചിട്ട് മാത്രമേ നമുക്ക് ഏതിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ? അക്കൗണ്ടിങ്ങിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ശരിയല്ലയോ? അപ്പൊ എന്താണ് ബുക്ക് കീപ്പിംഗ്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ റെക്കോർഡിംഗ് ഓഫ് ആൾ ട്രാൻസാക്ഷൻസ് ഇൻ എ സെറ്റ് ഓഫ് ബുക്സ് എന്ന് പറയുന്നതാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതാ? റെക്കോർഡിംഗ് ഓഫ് ആൾ ട്രാൻസാക്ഷൻസ്. അതിൽ ആൾ ട്രാൻസാക്ഷൻസ് എന്നുള്ളതിന് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ട് പഠിച്ചോണം. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ട്രാൻസാക്ഷൻസും കൂടെ ഒരു ബുക്കിനകത്ത് എഴുതി വെക്കും. അത് ആ ഓരോ ദിവസവും സംഭവിക്കുന്നത്, ഓരോ ഡേറ്റിലും വരുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം കൂടെ ഒരു ബുക്കിൽ എഴുതി വെക്കുന്നതാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഈ ബുക്ക് കീപ്പിംഗ് നടത്തുന്ന ഒരു ആളിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ക്ലർക്കിന് എന്ത് ക്വാളിഫിക്കേഷൻ ആണോ വേണ്ടുന്നത്
ആ ക്വാളിഫിക്കേഷൻ മാത്രം മതി ഒരു ബുക്ക് കീപ്പിംഗ് ചെയ്യുന്ന ആൾക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ബുക്ക് കീപ്പിംഗ് ചെയ്യുന്ന ആളിനെ നമ്മൾ വിളിക്കുന്ന പേര് ബുക്ക് കീപ്പർ എന്ന. ഓക്കെ, ഇത് ബുക്ക് കീപ്പിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മതി. അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നും അത് ചെയ്യുന്ന ആളിനെ എന്താണ് വിളിക്കുന്നതെന്നും ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഇത് ഏതിനു മുമ്പുള്ള പ്രോസസ്സാണ്, അക്കൗണ്ടിങ്ങിന് മുമ്പുള്ള പ്രോസസ്സാണെന്ന് പഠിക്കുക. ഓക്കെ, അതായത് അക്കൗണ്ടിങ്ങിന് മുമ്പുള്ള പ്രോസസ്സാണ്. ബിഫോർ എന്നുള്ളൊരു വാക്ക് നിങ്ങൾ അവിടെ ഓർത്ത് വേണം പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ബുക്ക് കീപ്പിംഗ് എന്താണെന്നായി. ഇനി നമ്മളെ സബ്ജക്റ്റിന്റെ നമ്മുടെ അക്കൗണ്ടൻസിയുടെ ആദ്യത്തെ മൊഡ്യൂളിൽ അവർ പറഞ്ഞിരിക്കുന്നത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ് ആണ് പറയേണ്ടത്. പക്ഷെ ഈ മീനിങ് നിങ്ങൾക്കറിയാം. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ട്രാൻസാക്ഷൻസ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത് അക്കൗണ്ടിങ്. ഇതിന്റെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ സംഭവിക്കുമ്പോൾ ട്രാൻസാക്ഷനൊക്കെ എന്താണെന്ന് നമ്മൾ ഇനി വഴിയെ ഓരോരോ ടേമുകൾ നമ്മൾ പറയും. ഇനിയുള്ള അടുത്ത ക്ലാസ്സുകളിലെല്ലാം നമ്മൾ അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് ടേംസുകളെല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. ട്രാൻസാക്ഷൻ എന്താണ്, അസറ്റ് എന്താണ്, ലയബിലിറ്റി എന്താണ്, ക്യാപിറ്റൽ എന്താണ്, ഡ്രോയിങ്സിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്, ഡ്രോയിങ്സ് എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്താണ്, ഇങ്ങനെ വരുന്ന എല്ലാം നമ്മൾ ഇനി വരും ക്ലാസ്സുകളിൽ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീനിങ് എന്താണ്? ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ് ട്രാൻസാക്ഷൻസ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ഇൻ ടേംസ് ഓഫ് മണി ആണ്. അതായത് പൈസയുടെ രൂപത്തിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ ഏതിൽ എഴുതത്തുള്ളൂ, അക്കൗണ്ടിങ്ങിൽ എഴുതൂ. അതാണ് മീനിങ് എന്ന് പറയുന്നത്. അതായത് ദ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്. അത് എങ്ങനത്തെ ട്രാൻസാക്ഷൻസാ? മോണിറ്ററി ട്രാൻസാക്ഷൻസ്. അതുകൊണ്ട് തന്നെ അവിടെ പറഞ്ഞു നിർത്തുന്നുണ്ട് ഇൻ ടേംസ് ഓഫ് മണി, പൈസയുടെ രൂപത്തിലുള്ള ട്രാൻസാക്ഷൻസ്. അല്ലാതെ ഒരു ട്രാൻസാക്ഷൻ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരും, എങ്കിലും ഒന്ന് പറയാണ്. ഇപ്പൊ സാലറി പെയ്ഡ് ടു രാമൻ എന്ന് പറയുമ്പം റുപ്പീസ്, അവിടെ നമ്മൾ റുപ്പീസ് പറയും 5000 എക്സാമ്പിള്. അത് നമ്മൾ റെക്കോർഡ് ചെയ്യും. എന്നാൽ നമ്മളിപ്പോ അല്ലാണ്ട് ഇപ്പൊ പറയാണ് മാനേജർ ടേക്ക് എ ഡിസിഷൻ ടു പ്രൊവൈഡ് സാലറി അല്ലെങ്കിൽ ടു ഇൻക്രീസ് ദ സാലറി എന്ന് പറഞ്ഞൊരു പറയുക. അത് നമ്മൾ ഏതല്ല, മോണിറ്ററി ടേംസ് അല്ല. മനസ്സിലായോ? മാനേജർ ടേക്ക് എ ഡിസിഷൻ ടു ഇൻക്രീസ് ദ സാലറി എന്ന് പറഞ്ഞുകൊണ്ട് പറയാ, സാലറി ഇൻക്രീസ് ചെയ്യാം എന്ന് പറഞ്ഞ് തീരുമാനിച്ചു മാനേജർ. അത് മോണിറ്ററി ട്രാൻസാക്ഷൻ ആണോ? അത് നമ്മൾ അക്കൗണ്ടിങ്ങിൽ എഴുതുവോ? ഇല്ല. നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയും. എങ്കിലും ഞാൻ ഇപ്പൊ ഒന്ന് പറഞ്ഞപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്താണ്? അതായത് ദ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ഇൻ ടേംസ് ഓഫ് മണി എന്ന് പറഞ്ഞു വെക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് വേണ്ടി ഞാനൊരു എക്സാമ്പിളോട് കൂടി അത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള, അതായത് ഇതിലൊരു പ്രധാന കാര്യമുള്ളത്, ഈ അക്കൗണ്ടിങ്ങിന് നമുക്ക് ഹിസ്റ്ററി പഠിക്കാനുണ്ട്. ആ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.